നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ഒരു ചാനൽ NANR സ്കൂൾ ഓഫ് വിസ്ഡം. ഈ ചാനലിൽ നമ്മൾ സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സത്യാന്വേഷണം, ട്രൂത്ത്, ഇതിനെക്കുറിച്ച് പല ലെവലിലും പല പുസ്തകങ്ങളിലൂടെയും പലരിലൂടെയും അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ സഹായമില്ലാതെയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ യാത്രയിൽ കടക്കുന്നവരെല്ലാം പുസ്തകങ്ങൾ വായിക്കുകയും പ്രഭാഷണം കേൾക്കുകയും ഒക്കെ ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെസ്റ്റെന്നോ ഈസ്റ്റെന്നോ ഒന്നും നോക്കാതെ നമ്മൾ ഏതൊരു കാര്യവും ഇപ്പോൾ ഒരു നിയമം നമ്മൾ പറയുകയാണെങ്കിൽ അത് ഭരണഘടനയായിട്ട് യോജിച്ച് പോകണം എന്ന് പറയുന്ന കണക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. എല്ലാ പ്രഭാഷണങ്ങളിലും എല്ലാ സ്ഥലത്തും നമ്മൾ ആർട്ടിക്കിളും ശ്രദ്ധിച്ച് നോക്കിയാൽ ഉപനിഷത്ത് ഇവർ കോട്ട് ചെയ്യാത്ത പ്രഭാഷണങ്ങളോ ഇതൊക്കെ വളരെ കുറവാണ്. അപ്പം നമ്മൾ ഇത്രയും 1000 പ്രഭാഷണം നടത്തിയിരുന്നല്ലോ, ഇത് ഈ ഉപനിഷത്തിൽ പറയുന്നത് തന്നെയാണോ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആരെങ്കിലും ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ, രമണ മഹർഷിയുടെയോ അല്ലെങ്കിൽ ഓഷോയുടെയോ അല്ലെങ്കിൽ UG കൃഷ്ണമൂർത്തിയുടെയോ എക്കാട്ടോളുടെയോ ഒക്കെ ആരുടെയെങ്കിലും വാക്കുകളാണോ എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കും ഇവിടെ പുതിയതായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഇത് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈശാ ഉപനിഷത്ത്, അപ്പം ഈ ഉപനിഷത്തൊന്നും വായിച്ചിട്ടൊന്നുമല്ല ഞാൻ വന്നത്. അപ്പം ഉപനിഷത്ത് വായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഉപനിഷത്തിലുള്ളതാണ് സത്യം എന്നൊക്കെ ആൾക്കാർ പറയുന്നു. എന്നാൽ പിന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും അതിനകത്തിന് എന്തെങ്കിലും നമ്മൾ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഒന്ന് കൗണ്ട് ചെക്ക് ചെയ്യാമെന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം, അതേ സാധ്യതയുള്ളൂ. ഒന്നുകിൽ മറ്റാരെങ്കിലും നമ്മളെ പറഞ്ഞ് തിരുത്തണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി തിരുത്തണം എന്നുള്ളതാണ്. ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്. സ്ഥിരം പറയുന്ന കണക്ക് നമ്മൾ നടക്കാൻ പഠിച്ചതുപോലെയും സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതുപോലെയും ഒക്കെയുള്ള ഒരു ഇതാണ്. അപ്പം ഇതിൽ ഈശാ ഉപനിഷത്ത് ഇത് പല സ്ഥലങ്ങളിലും ഇത് കൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പലരോടും സംസാരിക്കുമ്പം ഇവരൊക്കെ പറയുന്ന പല സംസ്കൃത വാക്കുകളും കേൾക്കുമ്പം നമുക്ക് ഈ സംസ്കൃതം വായിച്ചിട്ടുമില്ല, അറിഞ്ഞും കൂടാ. അപ്പം അത് കേൾക്കുമ്പോൾ, ഇവരിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഇതായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈ പൂർണ്ണം എല്ലാം പൂർണ്ണം എന്നൊക്കെ പറഞ്ഞൊരു ശ്ലോകം ഇവർ പറയാറുണ്ട്. അപ്പം ഇവിടെ പൂർണ്ണമല്ലാതൊന്നുമില്ല. അപ്പോൾ അത് ഗംഭീരമാണ്, കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് ഏത് ഉപനിഷത്തെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ, ഉപനിഷത്ത് വായിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പം ഈശാ ഉപനിഷത്ത് ഞാൻ എൻ്റെ ടോക്കിൽ തന്നെ അല്ലെങ്കിൽ പല ആർട്ടിക്കിൾ തിയോസഫിയിൽ ചില പ്രഭാഷണങ്ങളിലൊക്കെ നമുക്ക് ബുക്ക് തന്നിട്ട് ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്ത് സംസാരിക്കാൻ പറയും. അതിനകത്ത് രാധാപൂർണ്ണരും പലരും ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാന ടെസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ടല്ല, അവർ പറഞ്ഞതിന് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതാണ്. ഇനി ഈശാ ഉപനിഷത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആ വാക്ക് തന്നെ നല്ല രസമാണ്, ഈശ എന്നുള്ളത്. ഈശ എന്നുള്ളതാണ് ആ വേർഡ്, ഈശാ ഉപനിഷത്ത്. അപ്പം അതിൽ പറയുന്നത് ഹയ്യസ്റ്റ് വിസ്ഡം. ഇപ്പം നമ്മൾ ഈ വിസ്ഡത്തിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ NANR സ്കൂൾ ഓഫ് വിസ്ഡം ആണല്ലോ. നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അറിയാനും ഒക്കെ ശ്രമിക്കുന്നതും വിസ്ഡം തന്നെയാണ്. ഹയ്യസ്റ്റ് വിസ്ഡം, അങ്ങനെ ഒരു വിസ്ഡം ഉണ്ടോ? ലോവസ്റ്റും ഹയ്യസ്റ്റും ഉണ്ടോ? അത് പറയാൻ വേണ്ടി നമ്മൾ പറയും ഹയ്യസ്റ്റ് വിസ്ഡം എൻസ്ട്രൈൻഡ് വിതിൻ ദി വേദാസ്. ഇത് നമ്മൾ പറയും 4 വേദങ്ങളുണ്ട്. അപ്പം ഈ വേദങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് അതിൻ്റെ കടുപ്പം ഒന്ന് കുറച്ചിട്ട് അതിനെ ഉപനിഷത്താക്കും. അതിൻ്റെ കടുപ്പം കുറച്ചിട്ടാണ് വേദം. അപ്പം ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ പറയുന്നത് എന്താണ് സത്യം, അതിൻ്റെ ഒരു ഇതെന്താണ്, സത്യം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൽ പറയുന്നത് ഈ ഉപനിഷത്ത് ചെറിയൊരു ഉപനിഷത്താണ്, ഉള്ളതിൽ വെച്ച് ചെറിയൊരു ഉപനിഷത്താണ്. ഇത് വരുന്നത് യജുർവേദയിലെ ഫൈനൽ ചാപ്റ്ററിലാണ് ഇത് വരുന്നത്.
യജുർവേദയിലെ ഫൈനൽ ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. ഇനി ഇതൊരു പ്രധാന ഉപനിഷത്തെന്ന് പറയാറുണ്ട്. ചിലർ 100 ഉപനിഷത്തുണ്ട്, 1000 ഉപനിഷത്തുണ്ട്, അതിൽ 10 ഉപനിഷത്താണ് പ്രധാനമെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയുന്നുണ്ട് ഒരു ഉപനിഷത്ത് മാത്രം മതി എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് കടോപനിഷത്ത് മാത്രം. അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനും പറയുന്നത്, ഒരു ഉപനിഷത്ത് മൊത്തമൊന്നും വായിക്കണ്ട. ഒരു ഉപനിഷത്തിൻ്റെ ഒരു സെൻറ്റൻസ് നമുക്ക് മനസ്സിലായാൽ എല്ലാ ഉപനിഷത്തിലും ഒന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഇതിൽ 18 വേഴ്സസേ ഉള്ളൂ. 18 വേഴ്സസേ ഉള്ളൂ ഈശാവാപനിഷത്ത്. അപ്പം അത് എന്താണ് അതിൽ പറയുന്നതെന്നുള്ളത് ഇതിൽ പറയുന്നത് എന്താണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഡിവിനിറ്റി ഓഫ് മാൻ. അതെന്താണ് ഈ ഡിവിനിറ്റി ഓഫ് മാൻ? മാൻ നമുക്കറിയാം, മനുഷ്യൻ. ഡിവിനിറ്റി എന്താണ്? അപ്പം ഈ എന്താണ് പറയുന്നത്, ഡിവിനിറ്റി നമ്മൾ പറയുമ്പം ഈ സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷം എന്നാണ് നമ്മൾ പറയുന്നത്. ബിഗ് ബാങ്ങിന് മുമ്പും ബിഗ് ബാങ്ങിന് ശേഷം. ബിഗ് ബാങ്ങിന് മുമ്പാണ് സത്യം, ബിഗ് ബാങ്ങിന് ശേഷമാണ് ടൈം ആൻഡ് സ്പേസ് വരുന്നത്. അപ്പം യഥാർത്ഥത്തിലുള്ള ആ ഡിവിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ബിഗ് ബാങ്ങിന് മുമ്പുള്ള സത്യമല്ലേ, കോൺഷ്യസ്നെസ്സാണ്. അപ്പോൾ അത് പറയുന്നത് ഡിവിനിറ്റി ഓഫ് മാൻ. അപ്പം ഇത് എല്ലാ ജീവജാലങ്ങളിലും ഇതുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആസ് വെൽ ആസ് ഓൾ മാനിഫെസ്റ്റേഷൻ ഇൻ നേച്ചർ. അത് മാത്രമല്ല, എല്ലാത്തിനെക്കുറിച്ചും. ഈ മാനിഫെസ്റ്റഡ് ആൻഡ് അൺമാനിഫെസ്റ്റഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. നമുക്ക് കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും അത് 3rd ഡയമെൻഷനിലാണ്, ടൈം ആൻഡ് സ്പേസിനകത്ത്. അതിനപ്പുറം ഉണ്ട്. അതാണ് അൺമാനിഫെസ്റ്റഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇത് നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുന്നത്? ഫണ്ടമെൻ്റൽ യൂണിറ്റി ഓഫ് ഓൾ ക്രിയേഷനാണ്. ഇത് നമ്മൾ ക്വാണ്ടം ഫിസിക്സിലൂടെ നിരന്തരം പറഞ്ഞ കാര്യങ്ങളാണ്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് തിയറി, സ്പൂക്കി തിയറി, ക്വാണ്ടം ജമ്പിങ്, ഇങ്ങനെ ക്വാണ്ടം ഫിസിക്സിൽ തന്നെ. ഇനി അത് മാത്രമല്ലെങ്കിൽ വെറും എനർജി പ്രിൻസിപ്പിളും നമ്മൾ പറഞ്ഞു. ഇവിടെ ഒന്നും കൂടുന്നുമില്ല കുറയുന്നുമില്ല. E=mc² എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഇതിന് മുമ്പും ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ഇന്ന് കത്തിച്ച് കളഞ്ഞാൽ അത് ചാരമായിട്ട് അത് വേറെ രൂപത്തിൽ വരും. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ മാറുന്നില്ലെന്ന് പറയുമ്പം ഇതെല്ലാം കണക്റ്റഡാണ്. ഒരു മാക്രോയിൽ നിന്നാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. ഒരു ജനറേറ്ററിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു പവർ ഹൗസിൽ നിന്നാണ് കറണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളാണ് കറണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് വിചാരിക്കുകയാണ് ഞാനാണ് ഇലക്ട്രിസിറ്റി എന്ന് വിചാരിക്കുക. ഇനി എസൻസ് ഓഫ് ദി സെൽഫ്. എന്താണ് ഈ സെൽഫ് എന്നുള്ളത്? അങ്ങനെ ഒരു സെപ്പറേറ്റ് സെൽഫ് ഉണ്ടോ നമുക്ക്? ഒരു യൂണിവേഴ്സൽ സെൽഫേ ഉള്ളൂ? പിന്നെ എന്തുകൊണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നു? അത് സെപ്പറേഷൻ കാരണമാണോ? ദ യൂണിവേഴ്സ് ആൻഡ് ദ ഇൻ്റർ കണക്ടിവിറ്റി, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എല്ലാം കണക്റ്റഡാണ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദി സുപ്രീം റിയാലിറ്റി. നമ്മളും അതുമായിട്ട് കണക്റ്റഡാണ്. ആക്ച്വലി കണക്റ്റഡ് അല്ല. കണക്റ്റഡ് എന്നുള്ള വാക്കൊക്കെ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സാധനമാണ്. ഒരു കടലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആകാശമാണെന്ന് വിചാരിക്കുക. അതിലൊരു ചെറിയ മേഘമാണ് നമ്മളെന്ന് വിചാരിച്ചാൽ എങ്ങനെ ഇരിക്കും? കടലിൻ്റെ ഒരു ഡ്രോപ്പാണ് നമ്മളെന്ന് വിചാരിച്ചാൽ എങ്ങനെ ഇരിക്കും? അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന സൂര്യനെ പല കുടത്തിൽ, ഒരു 800 കുടത്തിൽ സൂര്യനെ കണ്ടിട്ട് ഈ 800 കുടവും വിചാരിക്കുകയാണ് ഞാനാണ് സൂര്യൻ എന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതിൽ പറയുന്നത് വേഴ്സസിൽ പറയുന്നത് കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കർമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. കർമ്മയെക്കുറിച്ച് നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. വിദ്യ, നോളജ് എന്താണെന്നും അവിദ്യ എന്താണെന്നും, അത് റിയൽ എന്നും അൺറിയൽ എന്നും പര എന്നും അപര എന്നും, ദോസ് നോ എന്നും ദോസ് ഡു നോട്ട് നോ എന്നും, വിവേക ചൂടാമണിയിലും അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്ററിലും എല്ലാത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. അവിടെയല്ല, നമ്മുടെ ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദി ട്രാൻസ്ഫോർമേറ്റീവ് പാത്ത് ടു ലിബറേഷൻ. അപ്പം എന്നിട്ട് എന്താ പറയുന്നത്? മോക്ഷത്തിലെത്താൻ, ലിബറേഷനിലെത്താനുള്ള വഴി പറയുകയാണ്.
എന്താണ് ആക്ച്വലി മോക്ഷം, എന്താണ് ലിബറേഷൻ, എന്താണ് നിർവ്വാണം? തിരിച്ചറിയുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ ഏതോ ഒരു പഴയ ലോകത്തെ കാര്യവും പറഞ്ഞിട്ട് എന്തോ ഒരു പുതിയ കാര്യം നമുക്ക് കിട്ടാനുണ്ടെന്ന് വിചാരിക്കുന്നു. അത് തെറ്റാണ്. ഇനി ഇതിൽ പറയുന്നത് സെൽഫിനെ കുറിച്ച് പറഞ്ഞു. സെൽഫ് അല്ലെങ്കിൽ ആത്മൻ, ഇതൊക്കെ നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ്. ഈ ആത്മൻ, സെൽഫ് എന്നൊക്കെ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സെൽഫ് എന്ന് പറയുന്നത് സെൽഫ്ലെസ് എന്നും പറയും. അതൊരു ചെറിയ ഐയും ഒരു വലിയ ഐയും എന്ന് പറഞ്ഞാൽ ആ കടലും കടലിലൊരു തുള്ളിയും എന്ന് പറയുന്ന നമുക്ക്. അല്ലെങ്കിൽ ആ സൂര്യനെ പല കുടത്തിൽ കാണുമ്പോൾ സെപ്പറേറ്റ് എന്ന് വിചാരിക്കുന്ന പോലെ. എന്താണ്? ഇറ്റ് എലിമിനേറ്റ്സ് ദി എറ്റേണൽ സോൾ that resides within us, the unchanging essence that persists throughout our lives. ഇത് നമ്മളിൽ നിൽക്കുന്ന, നമ്മളിൽ ഈ പറയുന്നത് ഈ തിയോസഫിയിലൊക്കെ പ്രയറിൽ പറയും, ശബ്ദം പുറത്തല്ല, ശബ്ദവും ഞാനും രണ്ടല്ല. ലൈറ്റ് പുറത്ത്, ലൈറ്റ് വേറെയല്ല, ഞാനും ലൈറ്റും ഒന്നാണ്. ലവ്, വേറൊരാളില്ല സ്നേഹിക്കാൻ, ഞാനും മറ്റൊരാളും ഒന്നാണ് എന്ന് പറയുന്നതാണ്. ഇനി എന്താ പറയുന്നത്? അൺചേഞ്ചിങ് എസൻസ് ആണ്. ഇതൊരിക്കലും ചേഞ്ച് ചെയ്യുന്നതല്ല. എത്ര രൂപം നമ്മളിനി മൃഗങ്ങളായിട്ടിരുന്നപ്പോഴും, നമ്മൾ ചെടിയായിട്ടിരുന്നപ്പോഴും, നമ്മൾ മിനറൽസ് ആയിട്ടിരുന്നപ്പോഴും, അതല്ലെങ്കിൽ ക്രിയേഷന് മുമ്പ് നമ്മൾ ഒരുമിച്ചിരുന്ന ആൾക്കാരില്ലേ? ക്രിയേഷൻ, ബിഗ് ബാങ് കഴിഞ്ഞപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സൂര്യനെ പല കുടത്തിൽ കാണുന്നത് പോലെ പല കുടത്തിൻ്റെ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യില്ലേ? ആക്ച്വലി നമ്മുടെ ശരീരം വെള്ളമല്ലേ 80%. അതുകൊണ്ട് ആ ഉദാഹരണമാണ് ഏറ്റവും രസം. ആ വെള്ളത്തിൽ നിൽക്കുന്ന ചൈതന്യം എന്താണ്? ആ സ്പാർക്ക് എന്താണ്? അതാണ് ഡിവിനിറ്റി. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ തിരിച്ചാണ് പറയുന്നത്. ശരിക്കും എ ഡിവൈൻ എക്സ്പീരിയൻസ് ഇൻ ഹ്യൂമൻ ബോഡി എന്നാണ് പറയേണ്ടത്. നമ്മൾ പറയുന്നത് അറിയാം, ഈ ഹ്യൂമൻ ബോഡി ഹാവിങ് ഡിവൈൻ എക്സ്പീരിയൻസ് അല്ല. നമ്മൾ ദൈവമാണ്, അല്ലാതെ നമ്മൾ മനുഷ്യർ ദൈവമായിട്ട് മാറുകയല്ല. ഇത് തെളിച്ച് പറയാതെ ഈ സംസ്കൃത വാക്കുകളിലൂടെ കടുകട്ടി മനസ്സിലാവാത്ത വാക്കുകളിലൂടെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കുക, സംസ്കൃതം അറിഞ്ഞുകൂടാത്തവർക്ക് സംസ്കൃതം പറഞ്ഞ് പേടിപ്പിക്കുക. ഇനി ഇതിൽ പറയുന്നത് the essence of the Upanishad lies in the manifestation of consciousness as the self across the three states of being, where all the phenomena come to an end, and it is a realm of profound peace. ശാന്തി അന്വേഷിച്ചാണ് എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. എല്ലാ ദിവസവും ആ ശാന്തിയിൽ കടക്കുന്നുണ്ട്. ഏതാ? ഉറക്കത്തിൽ, അറിഞ്ഞും അറിയാതെ. ആ പ്രൊഫൗണ്ട് പീസ്. ഇനി അൺബൗണ്ടഡ് ബ്ലിസ്. എന്താണ് ബ്ലിസ്? പരമാനന്ദം. ആനന്ദമല്ല, പരമാനന്ദം, എറ്റേണൽ ബ്ലിസ്. എന്താണ്? ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് നോൺ ഡ്യുവലിറ്റി. ഇത് തന്നെയാണ് നമ്മുടെ ഈ 1000ഓളം പ്രഭാഷണങ്ങൾ പറഞ്ഞത്. രണ്ടായി കാണുന്നതിലാണ് ഇണ്ടലുണ്ടാവുന്നത്, അല്ലാതെ ഇവിടെ വേറെ ഒന്നും പഠിക്കാനില്ല. അതെന്താണ്? നോൺ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായി കാണുന്നു. ഇനി പിന്നെ ഇത് ഏത് വർഷമൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് വേണ്ട. 600-500 BC എന്നൊക്കെ ഉള്ളത്. ഇനി വാക്കുകളെ കുറിച്ച് പറയുന്നു. ദ ടേം ഈശാവാസ്യ ഒറിജിനേറ്റ്സ് ഫ്രം, അതിൻ്റെ പ്രൊണൗൺസിയേഷനിൽ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ വിട്ടേക്കുക. നമുക്ക് കണ്ടൻ്റാണ് നമുക്ക് വേണ്ടത്. ദ ടേം ഈശാവാസ്യ ഒറിജിനേറ്റ്സ് ഫ്രം ദ സാൻസ്ക്രിറ്റ് ഈശ. ഈശ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈശ എന്ന് പറയുന്നത് എന്താണ്? ലോഡ് ഓർ ഗോഡ്, നമ്മൾ ദൈവം എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈശാവാസ്യ ഉപനിഷത്ത് പറഞ്ഞാൽ എന്താണ് ദൈവം എന്ന് മനസ്സിലാവും. ഇതാണല്ലോ ഏറ്റവും വലിയ കോൺട്രവേഴ്സി. ദൈവമുണ്ടോ? ദൈവത്തെ പ്രാർത്ഥിക്കണം. ദൈവം പുറത്താണോ? ദൈവം അകത്താണോ? ചിലർ പറയുന്നത് പുറത്താണെന്ന് പറയുന്നു, ചിലർ അകത്താണെന്ന് പറയുന്നു. ഇനി ദ ടേം
അവിഷ്യ can be interpreted as covered or enveloped. അതിനെ കവർ ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്. ഏതാണ് ദ ടേം ഈശാവാസ്യ എന്നുള്ളതിൻ്റെ മീനിങ് ആണ്. അതിന് ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളത്, ദൈവത്തെ പൊതിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഇനി അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് പറയുന്നത് ഉപനിഷത്തിൻ്റെ അൺവീലിംഗ് സ്പിരിച്വൽ വിസ്ഡം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഉപനിഷത്ത് എൻഫോൾഡഡ് ബൈ ദ ലോഡ്, ഉപനിഷത്ത് അസോസിയേറ്റഡ് വിത്ത് ദ ലോഡ്. ഇപ്പം ലോഡ് എന്നുള്ള വേർഡ് വെസ്റ്റിൽ യൂസ് ചെയ്യും, നമ്മളിവിടെ ഗോഡ് എന്ന് യൂസ് ചെയ്യും. അപ്പം എന്തായാലും സാധനം നമ്മൾ അന്വേഷിക്കുന്ന സത്യത്തെക്കുറിച്ചാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. The Upanishad derives its name from the opening utterance Ishavashyam, which signifies as enveloped by the Lord. The term is encountered in the initial verses. അതൊന്നും വേണ്ട, ഫിലോസഫിക്കൽ ടീച്ചിങ്. ഇനി എന്താണ് ഈ ടീച്ചിങ്ങിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നത്? സെൽഫിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. സെൽഫ് അല്ലെങ്കിൽ ആത്മൻ എന്നുള്ളതിനെ കുറിച്ച്. ഇനി എന്താണ് ആത്മൻ? ദി എറ്റേണൽ എസൻസ് ഓഫ് അവർ സെൽഫ് that transcends mortality. ഈ നമ്മളിലുള്ളിലുള്ള അവർ സെൽഫ് that transcends mortality എന്ന് പറഞ്ഞാൽ ഇത് ശരീരത്തിലുള്ളതല്ല. കുടത്തിൽ സൂര്യനെ കാണുന്നു എന്നല്ലാതെ കുടമല്ല സത്യം എന്ന് പറയാം. ചിലരിനി കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പറയും ഈ കുടം തന്നെ സത്യമല്ല, കാര്യം കുടം മണ്ണായിരുന്നു എന്ന് അങ്ങനെയും പറയാം നമുക്ക്. ഇതെല്ലാം പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ അനശ്വരരാണ്, ഒരിക്കലും നശിക്കാത്തതാണ്, നശിക്കാത്ത ചൈതന്യം അല്ലെങ്കിൽ ദൈവം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് റിയൽ നോളജും നോട്ട് നോളജും, വിദ്യ അവിദ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് പറയുന്നത് പ്രിസർവ് ഓൾ ബീയിങ്സ് വിതിൻ അവർ സെൽഫ് ആൻഡ് സീ അവർ സെൽഫ് ഇൻ ഓൾ ബീയിങ്. നമ്മൾ സ്ഥിരം പറയുന്നുണ്ട് എല്ലാത്തിലും ഞാനുണ്ട്, സത്യമുണ്ട്, പക്ഷേ എല്ലാം ഞാനല്ല. എന്താണ്? എല്ലാത്തിലും ഉണ്ട്, എല്ലാം ഞാനാണ്, പക്ഷേ അറിയുന്നവൻ, വിദ്യയിലുള്ളവന് അറിയാം അവനും അതാണെന്ന്, പക്ഷെ അവിദ്യയിലുള്ള ഒരാൾക്ക് അതറിയത്തില്ല. ഇനി ഇത് പഠിച്ചാൽ എന്താണ് ഗുണം? ഈ ഒരു സത്യം അറിഞ്ഞാൽ എന്താണ് ഗുണം? അയാൾക്ക് എന്ത് കിട്ടും? നമ്മളെപ്പോഴും അതിനെക്കുറിച്ചാണല്ലോ. നമ്മളൊരു കാര്യം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ജോലിക്ക് പോകുന്നു, എന്തിനാ? ആരെയും നന്നാക്കാനല്ല. എത്ര ശമ്പളം കിട്ടും? അതല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നു, എന്ത് ലാഭം കിട്ടും എന്ന് ചോദിക്കുന്ന നമുക്ക് ഇത് പഠിച്ചാൽ എന്ത് കിട്ടും? ഇതറിഞ്ഞാൽ ഫിയർ മാറും. എന്താണ് ഫിയർ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേടി എന്താണ്? മരണമാണ്. ഏറ്റവും വലിയ പേടി മരണമാണ്. മരണഭയം മാറും. ഇനി ഇതിൽ പറയുന്നത് ഇൻ്റർ കണക്റ്റഡ്നെസ്. എനിക്ക് തോന്നുന്നത് പിന്നെയും പറയണം. നമ്മൾ പലതവണ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ പറയുന്നത് ഈ മൊത്തം യൂണിവേഴ്സും ഈ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ ഇതിലാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്തായാലും പറയുന്നത് ഒരു ചെടിയായിട്ട് കണ്ടാൽ മതി, അതിൻ്റെ ശാഖയായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്താൽ മതി. അതാണ് ഇൻ്റർ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത്. ഇത് പ്യുവർ സയൻസാണ്. ക്വാണ്ടം ഫിസിക്സും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന അതിഗംഭീര സാധനമാണ്. ഇനി പിന്നെ പറയുന്നത് എന്താ? ബാലൻസ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് റിനൗൺസിയേഷൻ.
അതും നമ്മൾ സ്ഥിരം പറയുന്നതാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യണോ ചെയ്യാതിരിക്കണോ. രമണ മഹർഷി ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുന്നു. മഹാത്മാഗാന്ധിജി സമരം ചെയ്തു നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നു. എന്താ പറയുന്നത്? ഉപനിഷത്ത് എൻകറേജ് ഇൻഡിവിജ്വൽസ് ടു എൻഗേജ് ഇൻ വേൾഡ്ലി ആക്ഷൻസ് വിതൗട്ട് അറ്റാച്ച്മെൻറ്റ്. പ്രവൃത്തി ചെയ്താൽ അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഫലം പ്രതീക്ഷിച്ചൊന്നും ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും എടുത്തു നോക്കി ഫലം വീക്ഷിക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പം ഞാൻ പ്രഭാഷണം നടത്തുന്നു, അതിനകത്ത് എനിക്ക് യൂട്യൂബിന് വ്യൂ കിട്ടണം, റവന്യൂ കിട്ടണം. അതെന്താണ്? അത് സെൽഫ്ലെസ് അല്ല, അങ്ങനെ ആവാൻ പാടില്ല ഒരു പ്രവൃത്തി. അതൊരു പ്രൊഫഷനാണെങ്കിൽ ഓക്കെ. അണ്ടർസ്റ്റാൻഡിങ് ദ മെറ്റീരിയൽ പേഴ്സ്യൂട്ട് ഷുഡ് ബി ബാലൻസ്ഡ് വിത്ത് സ്പിരിച്വൽ ആസ്പിറേഷൻ. ഇപ്പം മെറ്റീരിയലായിട്ട് നമുക്ക് ഭക്ഷണം വേണ്ട, വസ്ത്രം വേണ്ട എന്നല്ല, അതാ സ്പിരിച്വലാണ്. എല്ലാത്തിലും ഞാനുണ്ട് എന്ന് ആ ഒരു ദിവ്യത്വം നമുക്ക് കാണാൻ പറ്റണം. നമ്മൾ കഴിക്കുന്ന അന്നം ഔഷധമാണ്, നമ്മൾ തന്നെ ദൈവമാണ്. അതാണ് ഈ പ്രസാദ കൂട്ടെന്നൊക്കെ പറയുന്നത്. അമ്പലത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ നമ്മൾ വൃത്തിയായിരിക്കണം എന്നാണ് ഇത് ചെയ്യുന്നത്. ഇനി പെർസ്യൂട്ട് ഓഫ് നോളജ്, അതിലാണ് അവിദ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസിയൻറ്റ് നേച്ചർ ഓഫ് ദ വേൾഡ്. ഉപനിഷത്ത് ടീച്ചേഴ്സ് ദ മെറ്റീരിയൽ വേൾഡ് ഇസ് ട്രാൻസിയൻറ്റ് ആൻഡ് സബ്ജക്റ്റ് ടു ചേഞ്ച്. അത് ഈ പറഞ്ഞ കണക്കാണ്. നമ്മുടെ ഈ മൊബൈലായാലും നമ്മുടെ ശരീരമാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നത് രൂപങ്ങളെയാണ്. നാമരൂപങ്ങളില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഡിറ്റാച്ച്മെൻറ്റ് ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ്. അതെന്താണ്? ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ഡിസയർ ആൻഡ് അറ്റാച്ച്മെൻറ്റ് ആസ് ടു മീൻസ് ടു ഓവർകം സഫറിങ്സ്. അത് എല്ലാത്തിലും പറയുന്നൊരു കാര്യമാണ്. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്നതാണ്. ഇന്ദ്രിയങ്ങൾ സെപ്പറേഷനിലുള്ളതാണ്. അത് രണ്ടായി കാണുമ്പോഴാണ് ആഗ്രഹം വരുന്നത്. അപ്പം അതിൽ നിന്നും വെടിയാൻ പറയുന്നുണ്ട്. ഇനി എൻജോയ്മെൻറ്റ് ആൻഡ് അസറ്റിസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ഉപനിഷത്ത് എൻകറേജസ് എ ബാലൻസ്ഡ് അപ്രോച്ച് ലൈഫ്. ഈ ബാലൻസ് അപ്രോച്ചിനെ കുറിച്ച് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ബുദ്ധനൊക്കെ മിഡ് പാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പലർക്കും എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ അടുത്തൊരു സീനിയർ ഒരു തിയോസഫിസ്റ്റ് പറഞ്ഞതാണ്, നിങ്ങൾ AC കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യരുത്, സാധാ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യണം. കാര്യം ബുദ്ധൻ രാജ്യം ഉപേക്ഷിച്ച് പോയതുപോലെ നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ സുഖ സൗകര്യങ്ങളിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് സ്ഥലത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ചെന്നാൽ വേ ഓഫ് ലൈഫ് വളരെ സിമ്പിളാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേതിനോട് ഈ കാമം, ക്രോധം, മോഹം, ലോഭം പാടില്ല. എല്ലാം ആവാം, പക്ഷെ അതിനോട് അറ്റാച്ച് ചെയ്യാൻ പാടില്ല. ഇനി വൺനെസ് ഓഫ് ദ സെൽഫ് ആൻഡ് ദ സുപ്രീം റിയാലിറ്റി, അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടില്ല, എല്ലാം വ്യാപിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. അല്ലാതെ ബൾബ് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ കുടത്തിൽ, അപ്പോൾ സെപ്പറേറ്റ് അല്ല. ഇനി കർമ്മയോഗയെക്കുറിച്ച് പറയുന്നത് ഉപനിഷത്ത് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമിങ് ഓൺസ് ഡ്യൂട്ടീസ് സെൽഫ്ലെസ്ലി. ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും സെൽഫ്ലെസ് ആയിട്ട് ചെയ്യുക, അതുമായിട്ട് അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫലം കാക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് നടന്നില്ല എന്ന് വിചാരിക്കും. ഒരു കാര്യം നമ്മളൊരു പ്രവൃത്തി ചെയ്തു, അതിന് ഫലം കിട്ടിയില്ല, നമ്മൾ ദുഃഖിക്കും, കിട്ടിയാൽ സന്തോഷിക്കും. രണ്ടും പാടില്ല. ഇനി എത്തിക്കൽ ആൻഡ് മോറൽ കോണ്ടാക്ട് അങ്ങനെ ഉണ്ട്. നമ്മളെപ്പോഴും പറയണ്ട എത്തിക്സും മൊറാലിറ്റി. ഇവന്മാർ ആത്മീയവാദികൾ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫോളോ ചെയ്യുന്നവന്മാർ, അപ്പം ഇവരിത് ചെയ്യാൻ പാടുണ്ടോ, ഇവർ വഴക്ക് കൂടാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഇവർ മഹാഭാരതത്തിലെ പോലെ യുദ്ധം ചെയ്യാനുണ്ടോ? അതൊരു സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതിന് ക്ലിയറായിട്ടൊരു ആൻസർ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ പല ഗ്രൂപ്പിസത്തിലും പലതിനും ഇവർ നമ്മളെടുത്ത് ഉപയോഗിക്കും. പലപ്പോഴും ആൾക്കാർ നമ്മളെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ വീട്ടിലാണെങ്കിലും എവിടെ ആണെങ്കിലും അവർക്കൊരു ഹിഡൻ അജണ്ട കാണും. അത് ആ ട്രാക്കിൽ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ. The Upanishad stresses the importance of ethical and moral conduct, promoting virtues as truthfulness, non-violence, compassion and integrity. ഇതെല്ലാം നമ്മൾ പറയുന്നത് രണ്ടായിട്ട് നിന്നിട്ടാണ്. ഇനീഷ്യലി നമ്മൾ ദ്വൈതത്തിൽ നിന്നാണ് നമ്മൾ ഈ വയലൻസ്, നോൺ വയലൻസ് ഒക്കെ പറയുന്നത്. അടുത്ത സ്റ്റേജിൽ പിന്നെ നമ്മൾ രണ്ടല്ല എന്ന് പറയുമ്പോൾ ഇതൊന്നും വരത്തില്ല അവിടെ. എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? സെൽഫ് റിയലൈസേഷൻ, നമ്മളെ തിരിച്ചറിയുക.
സ്പിരിച്വൽ ഗ്രോത്ത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് നമ്മളിൽ ഉള്ള ഒരു സാധനമാണ്. കണ്ണാടിയിൽ അഴുക്കുള്ളതുകൊണ്ട് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. അഴുക്ക് അവിദ്യയാണ്. ഇനി റിയലൈസേഷൻ ഓഫ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, പരമമായ സത്യം അന്വേഷിച്ച് കണ്ടെത്തുകയല്ല, നമ്മളിൽ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയുക. ഇനി ഇത് ഭക്തി ട്രഡീഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം അവിടെയും അൾട്ടിമേറ്റിൽ എത്താനുള്ള ഇതായിട്ടാണ്. ഇനി ഇത് യോഗിക് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ പറഞ്ഞാൽ അവരെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ എൻഫസിസ് പറഞ്ഞാൽ ബാലൻസ്, സെൽഫ് ഡിസിപ്ലിൻ, നോൺ അറ്റാച്ച്മെൻറ്റ്, pursuit of self aligned with the philosophical and ethical foundation of yoga. അങ്ങനെ പോകും. ഇനി ഇതാണ് ഉപനിഷത്തിലുള്ളത്. ഉപനിഷത്ത് ശ്ലോകമൊന്നും നമ്മളിവിടെ പറഞ്ഞില്ല, എസൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. കാര്യം ശ്ലോകവും മറ്റുമൊക്കെ ആൾക്കാരെടുത്ത് വെച്ച് അടിയോടി അടിക്കുന്നുണ്ട്. അത് നമുക്കൊരു പുസ്തകം എഴുതുമ്പോഴോ പ്രഭാഷണം നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു വേദിയിലുള്ളവരെ പ്ലീസ് ചെയ്യാനൊക്കെ, കാര്യം വേദിയിലിരിക്കുന്നവരെല്ലാം ഇത് അരച്ചു കുറച്ച് കുടിക്കുന്നവരായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്കല്ല. നമ്മളെപ്പോലെ വളരെ പുതിയ ആൾക്കാരും ഇത് പഠിക്കാനും അല്ലെങ്കിൽ ഇതിലേക്ക് പ്രോഗ്രസ് ചെയ്യാനും ഉള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു ചെറിയ അറ്റംപ്റ്റ് അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നാൽ താങ്ക് യു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ആർക്കെങ്കിലും ഇത് ബെനിഫിറ്റ് കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അവർക്ക് മാത്രം ഷെയർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. താങ്ക് യു.